മേനേജർ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലായിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ദൂരം പോയി കഴിയുമ്പോൾ ഹൈവേയിൽ നിന്ന് 400 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന ഒരു നല്ലൊരു വീട്. 10 സെന്റ് സ്ഥലത്തിൽ 1450 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂം, 3 അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല വീട്. ഇത് വിൽക്കാൻ വേണ്ടി പണിതല്ല, ഉടമസ്ഥൻ മകൾക്ക് വേണ്ടി പണിതു. അപ്പോൾ അവര് ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയിൽ PR കിട്ടിയതിന് ശേഷം അവർ നാട്ടിലേക്ക് പോരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പുതിയ വീട് തന്നെ പണി കഴിഞ്ഞപ്പോൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ വീട് കിണർ, വെള്ളം സൗകര്യമുണ്ട്, ഒരു കാർ പോർച്ചും കൂടെ സെപ്പറേറ്റ് ചെയ്യുവാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു വീട് ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നു. ചോദിക്കുന്ന വില 68 ലക്ഷം രൂപ, നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നമുക്ക് ഹൈവേയിൽ നിന്ന് 300 മീറ്ററേ ഉള്ളൂ. എല്ലാ സൗകര്യങ്ങളും, കടകൾ അതുപോലെയുള്ള എല്ലാ സൗകര്യങ്ങളും ഈ 300 മീറ്റർ ചുറ്റളവിൽ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നു ചെല്ലാം. മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ വീണ്ടും വീടിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വന്നു. ചുറ്റോട്ടൊന്ന് കറങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി ചുറ്റോട് ചുറ്റും ഇഷ്ടംപോലെ മുറ്റമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇതാണ് കിണർ. വറ്റാത്ത കിണർ വെള്ളമുള്ള ഒരു മേഖലയാണ്. ഹൈവേയിൽ നിന്നും ടാർ റോഡ് തന്നെ വീടിൻ്റെ അവിടം വരെയും വന്ന് 300 മീറ്റർ ദൂരമാണ്. 300 മീറ്റർ ദൂരവും നല്ല ടാർ റോഡ് തന്നെ വാഹനം ഓടിച്ച് നമുക്ക് വന്നെത്താൻ പറ്റുന്നതാണ്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് എലവേഷൻ. ഒന്നുകൂടി കാണിക്കുകയാണ്. നല്ലൊരു ഫ്രണ്ട് എലവേഷനുള്ള നല്ലൊരു കിടുക്കൻ വീട്. ചോദിക്കുന്ന വില 68 ലക്ഷം രൂപയാണെന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് കയറാം. സിറ്റ് ഔട്ടിലേക്ക് കയറി കഴിയുമ്പോൾ ഒരു ഇരിക്കുവാനായിട്ടുള്ളൊരു സംഭവമായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് ഡോറ്. ഫ്രണ്ട് ഡോറിൻ്റെ നമ്മുടെ സ്റ്റീലിൻ്റെ ഡോറാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതും പ്രത്യേക മോഡലിൽ തന്നെയുള്ള സ്റ്റീൽ ഡോറാണ് ഇവിടെ വെച്ചിരിക്കുക. നേരെ നമ്മൾ തുറന്ന അകത്തേക്ക് കയറുമ്പോൾ നമുക്കിവിടെ നല്ലൊരു സ്വീകരണ മുറി, അവിടുത്തെ പാർട്ടീഷൻ വർക്കൊക്കെ നമുക്ക് കാണാം. ഇവിടെ നിന്ന് നമ്മുടെ ഇതാണ് സ്വീകരണ മുറിയിലെ ലൈറ്റ്, ഫാൻസി ലൈറ്റ് എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് നല്ല രീതിയിലുള്ള നല്ല കബോർഡ് വർക്കുകൾ, നല്ല രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്കുകൾ, ഓവറായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകളൊന്നും പ്രതീക്ഷിക്കേണ്ട, എന്നാൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകൾ എല്ലാം ലഭിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഡൈനിങ് ഹാളും നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാളും ഇവിടെ ലഭിച്ചുകൊണ്ട് നല്ലൊരു പ്ലാനാണ് ഈ വീടിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഈ വീട് വന്നിരിക്കുക. അപ്പോൾ ഇത് ഒരു കോക്കറി ഷെൽഫ് നമ്മൾ നേരെ കാണുന്നു. നമുക്ക് ആദ്യം ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം. 3 ബെഡ്റൂം, 3 അറ്റാച്ച്ഡ് ആണ്. ഇവിടെയാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുക. വാഷ് കൗണ്ടറിന് തൊട്ട് ഇപ്പുറത്തും അപ്പുറത്തുമായിട്ട് 2 ബെഡ്റൂമുകൾ വന്നിരിക്കുന്നു. വാഷ് കൗണ്ടറിൽ അല്പം മാറി ഡൈനിങ് ഹാളിൽ നിന്നും ഒരു അല്പം മാറി നിൽക്കുന്നതുകൊണ്ട് അത് നല്ലൊരു സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് വാഷ് ചെയ്യുന്ന ആരെങ്കിലും വന്നാലും ഫുഡ് കഴിക്കുന്നവർക്കൊരു ശല്യമുണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറി. ഇവിടെയാണ് കബോർഡ് വർക്കുകൾ വന്നിരിക്കുന്നു. നല്ല കബോർഡ് വർക്കുകളാൽ അലങ്കൃതമായ നല്ല വീട്. ഈ സൈഡിലും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇവർ താമസിക്കുവാൻ വേണ്ടി പണിതായതുകൊണ്ട് അവരുടെ ഐഡിയയ്ക്ക് പറ്റുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ കബോർഡുകൾ ഈ വീടിന് കൊടുത്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ബെഡ്റൂമിലൊക്കെ 2 കബോർഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമിലും AC പോയിൻ്റ് വന്നിട്ടുണ്ട്. സെറ എന്നിങ്ങനെയുള്ള മെറ്റീരിയലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുക. ഇവിടുന്ന് നമുക്ക് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി രണ്ടാമത്തെ ബെഡ്റൂം കാണാം. ഹൈവേയിൽ നിന്ന് 300 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയാൽ മതി. അത് അതിശയോക്തിയായിട്ടൊന്നും വിചാരിക്കേണ്ട. ഹൈവേയിൽ നിന്നും വെറും 300 മീറ്റർ ദൂരം മാത്രമാണ് ദൂരം. അപ്പോൾ അത്രയും ചെറിയ ദൂരത്തിൽ ഇത്രയും സ്ഥലത്തോടു കൂടി 10 സെൻറ്റ് സ്ഥലത്തോടു കൂടി നല്ലൊരു വീട്, അതും ഒരു അതിശയോക്തിയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ നമ്മുടെ ബെഡ്റൂമുകൾ നമ്മുടെ ഹൈവേയിൽ നിന്നും ദൂരം കുറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ സ്ഥലത്തിന് വില കൂടാൻ സാധ്യതയുണ്ട്.
അപ്പോൾ ഇവർ ലാഭം എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വിൽക്കുന്നതല്ല. ലാഭം എടുക്കാനാണെങ്കിൽ ഇതിനിപ്പോൾ ഒരു 80 ലക്ഷം രൂപയോ 90 ലക്ഷം രൂപയൊക്കെ ചോദിച്ചേനെ. അപ്പോൾ അങ്ങനെ ലാഭം എടുത്തുകൊണ്ട് വിൽക്കുന്നതല്ല. ഇവർ താമസിക്കുവാൻ വേണ്ടി പണിതപ്പോൾ താമസിക്കുവാൻ ആൾക്ക് വരാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ മുടക്ക് കാശ് കിട്ടിയാൽ മതി കൊടുക്കുവാൻ. അപ്പോൾ വില നെഗോഷിയേഷൻ എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഹൈവേയിൽ നിന്നുള്ള ഇത്രയും ദൂരത്തിൽ സ്ഥലമെടുക്കുമ്പോൾ സ്ഥലത്തിന് നല്ല വാല്യൂ വരുന്നുണ്ട്. ഒപ്പം ഇവിടെ വീട് നല്ല രീതിയിലാണ് വീട് നിർമ്മിച്ചിരിക്കുക. അപ്പോൾ വീടിൻ്റെ കോസ്റ്റ് എല്ലാം കൂട്ടുമ്പോൾ ഏകദേശം അടുത്തടുപ്പിച്ചുള്ള റേറ്റ് വരുന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ് ഇവിടെ കാണുന്നത്. പാല ടൗണിലേക്ക് പോകുവാനായിട്ട് ഉദ്ദേശം 3 കിലോമീറ്റർ ദൂരമാണ്. 3 കിലോമീറ്റർ ദൂരത്തിൽ വന്നു കഴിയുമ്പോൾ ഇത്രയും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വീട്. നമുക്ക് നേരെ ഡൈനിങ് ഹാളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകാം. ഓപ്പോസിറ്റ് സൈഡിലാണ് ഒരു ബെഡ്റൂമും കിച്ചണും വന്നിരിക്കുക. ഇവിടെ കിച്ചണാണ്. നമുക്ക് അടുത്ത ബെഡ്റൂമും കൂടി കണ്ടതിന് ശേഷം കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. അതും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഉള്ളത് തന്നെയാണ്. വാസ്തുപരമായിട്ടെല്ലാം നോക്കി ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. വാസ്തു എല്ലാം നോക്കി നല്ല ഒരു അടിപൊളിയാക്കി ചെയ്തിരിക്കുന്ന വീട്. ഒരു കാര്യത്തിലും കുറ്റം പറയാനില്ല. അതുപോലെയാണ് വീടിൻ്റെ നിർമ്മിതി. അതുപോലെയാണ് വീട്. അത്രയും ക്യൂട്ടായിട്ട് തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുക. തടി കൊണ്ടുള്ളതാണ്. അകത്തെ ഡോറുകളെല്ലാം തടി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ മനോഹരമായ കിച്ചണിലേക്ക് ഒന്ന് പ്രവേശിക്കാം. കിച്ചൺ അതിമനോഹരമായ കിച്ചണാണ്. കിച്ചൻ്റെയും തടി കൊണ്ടുള്ള ഡോറ് തന്നെ. കബോർഡുകളെല്ലാം മൾട്ടിവുഡ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന, അതും ഏറ്റവും നല്ല രീതിയിൽ തന്നെയുള്ള കബോർഡുകൾ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുക. നല്ല ഒരു വീട്ടിലെ ആവശ്യത്തിനുള്ള പാത്രങ്ങളും എല്ലാം എടുത്തടുക്കി വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള കബോർഡ് വർക്കുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഡ്രോകളായിട്ടും അങ്ങനെയൊക്കെ എല്ലാ രീതിയിലും കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനച്ചിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ പുകയില്ലാത്ത അടുപ്പ് ചെയ്തിട്ടുണ്ട്. സിവിൽ സ്കോർ ഇല്ലാത്തവർക്കും ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വീട് നമ്മളിവിടെ കണ്ടു. അപ്പോൾ ഈ വീടിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചോദിക്കുന്ന വില പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി ഞങ്ങളുടെ മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പർ നിങ്ങളുടെ എല്ലാവരുടെയും ഫോണിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വർഷങ്ങളായിട്ട് ഏകദേശം 12 വർഷത്തോളമായിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കച്ചവടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മീനച്ചിൽ ഹോംസ് എന്ന ഏജൻസി, ആ ഏജൻസിയുടെ ഫോൺ നമ്പർ എല്ലാവരിലും ഉണ്ട്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ കച്ചവടങ്ങൾ നടത്തി ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ ആദ്യമായിട്ട് തുടങ്ങിയ മീനച്ചിൽ ഹോംസിൻ്റെ നമ്പറിലേക്ക് വിളിക്കൂ. അപ്പോൾ ഉടനടി വിളിച്ച് വന്ന് കാണാവുന്നതാണ്.